സലാസു ദഅവാതിൻ യുസ്തജാബു ലഹുന്ന ലാ ശക്ക ഫീഹിന്ന. ഒരു സംശയവും വേണ്ട, 3 വിഭാഗം ആളുകളുടെ ദുആ അല്ലാഹു തആല തട്ടപ്പെടില്ലെന്ന് മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ആ 3 വിഭാഗം? പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവുകയാണ്. ഒന്നാമത്തെ വിഭാഗം ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവനാണ്, പീഡിപ്പിക്കപ്പെട്ടവനാണ്. പീഡനം അനുഭവിക്കുന്ന മനുഷ്യൻ ആരാണോ തന്നെ പീഡിപ്പിച്ചത്, ആരാണോ തന്നെ വേദനിപ്പിച്ചത്, ആരാണോ തന്നെ കുരുക്കിൽ കൊണ്ട് ചാടിച്ചത്, ആരാണോ തന്റെ അപകടത്തിൽ കൊണ്ട് ചാടിച്ചത്, അവന്റെ മനസ്സ് വിഷമിച്ചാൽ സൂക്ഷിച്ചോ, ഉപദ്രവിച്ചവൻ സൂക്ഷിച്ചോ, ആക്രമിച്ചവൻ സൂക്ഷിച്ചോ. അവന്റെ മനസ്സ് വിഷമിച്ചാൽ, അവന്റെ മനസ്സുരുകിയുള്ള പ്രാർത്ഥന അല്ലാഹു തള്ളപ്പെടില്ലെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. രണ്ടാമതായി മുത്തളി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം വദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ ദുആ അല്ലാഹു തആല തള്ളപ്പെടില്ല. മൂന്നാമതായി പറയുന്നു ഹബീബായ തങ്ങൾ അവിടുന്ന് പറയുന്നു, മൂന്നാമതൊരു വിഭാഗമുണ്ട്, അവരുടെ ദുആയും അല്ലാഹു തആല തള്ളപ്പെടുകയില്ല. വദഅവത്തുൽ വാലിദി ലിവലദിഹി, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ദുആയുണ്ടല്ലോ, എന്റെ ഉമ്മമാരെ, എന്റെ സഹോദരിമാരെ, നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ടല്ലോ. പ്രഭാഷണത്തിന് വേണ്ടി പള്ളിയിൽ നിന്നിറങ്ങുമ്പോ ആദ്യം എന്നെ വിളിച്ചത് ആരെയെന്നറിയുമോ? ആദ്യം ഞാൻ വിളിച്ചത് എന്റെ പ്രിയപ്പെട്ട ഉമ്മച്ചിയാണ്, എന്റെ പ്രിയപ്പെട്ട മാതാവിനെയാണ് ഞാൻ വിളിച്ചത്. രണ്ടാമത് വിളിച്ചത് എന്റെ പ്രിയപ്പെട്ട വാപ്പയെയാണ്. അല്ലാഹു തആല അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അപ്പോഴവർ ചെയ്തൊരു ദുആ ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ആയുധം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ കഴിവ് കൊണ്ടല്ല, അതിന്റെ ആരോഗ്യം കൊണ്ടല്ല, അത് മാതാപിതാക്കളുടെ ദുആയാണ്, ഉസ്താദന്മാരുടെ ദുആയാണ്, ഉസ്താദന്മാരുടെ ദുആഇന്റെ പവറാണ്. പ്രിയമുള്ളവരെ, മുത്തനബി തങ്ങൾ പറയുന്നു വദഅവത്തുൽ വാലിദി ലിവലദിഹി, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് അല്ലാഹു തട്ടപ്പെടില്ല. നമുക്കുമുണ്ടാകും ഓരോന്ന് പറയാൻ. നമ്മുടെ ജീവിതത്തിൽ നാം ഒരുപാട് ഉയർച്ചകളിലെത്തുമ്പോ, ഒരുപാട് വളർമകളിലെത്തുമ്പോ, ബിസിനസ് രംഗങ്ങളിൽ നമ്മൾ പുരോഗതി പ്രാപിക്കുമ്പോ, ഒരു ഷോപ്പുള്ളവൻ രണ്ടാമതൊരു ഷോപ്പ് തുടങ്ങുമ്പോ, ബിസിനസ് സാമ്രാജ്യം പച്ചപിടിക്കുമ്പോ, ചെറിയ വീട്ടിൽ നിന്ന് വലിയ വീട്ടിലേക്ക് മാറുമ്പോ, മകളെ കെട്ടിച്ചയക്കുമ്പോ, വലിയ വലിയ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോ, നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ചെയ്ത അമലിന്റെ ബറക്കത്തല്ല, നമ്മൾ ചെയ്ത അമലിന്റെ പവറല്ല, നമ്മുടെ മാതാപിതാക്കൾ ചെയ്ത ദുആഇന്റെ പവറാണ്. ഇതെന്റെ വാക്കല്ല, ഫൈസൽ ബദരിയുടെ വാക്കല്ല, മുത്തുനബി തങ്ങൾ പറഞ്ഞ വാക്കാണ്. ഇന്നമാ യൻസുറുല്ലാഹു ഹാദിഹിൽ ഉമ്മത ബിദുഅഫാഇഹാ. നമുക്ക് ഉയർച്ചയുണ്ടാകുന്നത്, വളർച്ചയുണ്ടാകുന്നത്, പുരോഗതിയുണ്ടാകുന്നത് മാതാപിതാക്കളുടെ ദുആയാണ്, മാതാപിതാക്കളുടെ ദുആയാണ്. തലയിൽ തലപ്പാവും മുഖത്ത് താടി, തുണിയോ ഞെരിയാണി കൊരൽപ്പം കേറി, പാലിച്ചിടുന്ന മാന്യൻ, ദുഷ്ടപിശാചുകൾ കിടയിൽ നിന്യൻ. നമ്മുടെ വീടിന്റെ അകത്തളത്തിലിരിക്കുന്ന നമ്മുടെ ഉമ്മയുണ്ടല്ലോ, വാപ്പയുണ്ടല്ലോ, പ്രായം ചെന്ന് കസേരയിൽ തസ്ബീഹ് മാലയുമായിരിക്കുന്ന ഉമ്മയുണ്ടല്ലോ, മൗലിദ് പാരായണം ചെയ്യുന്ന വാപ്പയുണ്ടല്ലോ, യാസീൻ
ഓതുന്ന വാപ്പയുണ്ടല്ലോ, ഒന്ന് ഉച്ചത്തിൽ ഓതിക്കഴിഞ്ഞാൽ, ഒന്ന് ശബ്ദം കൂട്ടി ഓതിക്കഴിഞ്ഞാൽ അകത്തിരിക്കുന്ന മകന് അസ്വസ്ഥത തോന്നുന്നുണ്ടോ? ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കുമ്പോ, മൊബൈലിലൂടെ തന്റെ സുഹൃത്തിനോട് സംസാരിക്കുമ്പോ, കച്ചവടത്തിന്റെ കണക്കുകൾ പറയുമ്പോ സംസാരം നിനക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ടോ? നിന്റെ ഉമ്മ ചുമയ്ക്കുമ്പോ, നിന്റെ വാപ്പ ചുമയ്ക്കുമ്പോ നീ ചിന്തിച്ചോ? ഒരു നിമിഷം നീ ഒന്ന് ചിന്തിച്ചോ? ബിസിനസിന് കാരണമായത്, ബിസിനസിന്റെ കണക്കുകൾ കൂട്ടുന്നുണ്ടെങ്കിൽ ആ കണക്ക് കൂട്ടാൻ മാത്രം നിന്റെ ബിസിനസിനെ വളർത്തിയത് നിന്റെ മിടുക്ക് കൊണ്ടല്ല, നിന്റെ സാമർഥ്യം കൊണ്ടല്ല, ചുമയ്ക്കുന്ന ഉമ്മയുടെ ദുആയാണ്. ഹാളിന്റെ മൂലയിരിക്കുന്ന, വീടിന്റെ റൂമിന്റെ അകത്തളത്തിൽ കസേരകിട്ട് മുസല്ല വിരിച്ച് നിസ്കരിക്കുന്ന നിന്റെ വാപ്പ ദുആ ചെയ്തതിന്റെ ഫലമാണ്. നബി തങ്ങൾ എന്താ പറഞ്ഞത്? യൻസുറുല്ലാഹു ഹാദിഹിൽ ഉമ്മത ബിദുആഫാഇഹാ. അല്ലാഹുവിന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ സമുദായത്തെയുണ്ടല്ലോ, ഹബീബായ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായത്തെ മുത്തൊളി തങ്ങൾ പറയുന്നു, എന്റെ സമുദായം ആപത്തിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നത് അവർക്ക് സഹായമായി, അവർക്ക് രക്ഷയായി, അവർക്ക് വിജയമായി ബിദുആഫാഇഹാ ബിദഅവതിഹിം വസലാത്തിഹിം വഇഖ്ലാസിഹിം ഔ കമാ ഖാല ശഫീഉനാ റസൂലുള്ളാഹ്. ഹബീബായ തങ്ങൾ പറയുന്നു, മാതാപിതാക്കളുടെ ദുആഇന്റെ പവറാണ്, മാതാപിതാക്കളുടെ ദുആഇന്റെ പവറാണ്. അവർ നമസ്കരിക്കുന്നതിന്റെ ഫലമായിട്ടാണ് നിഷ്കളങ്കമായി, കളങ്കമില്ലാത്ത, കലർപ്പില്ലാത്ത ഹൃദയവുമായി ദുആ ചെയ്യുന്നതിന്റെ പവറാണ് സഹോദരങ്ങളെ. ഇന്ന് എനിക്കും നിങ്ങൾക്കും കിട്ടുന്ന അനുഗ്രഹങ്ങളുടെ സ്രോതസ് എവിടെ നിന്നറിയുമോ? മാതാപിതാക്കളുടെ ദുആയാണെന്ന് ഹബീബായ റസൂലുള്ളാഹ് നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ചു നോക്കിക്കേ. നിങ്ങൾ വാഹനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. നമ്മുടെ വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോ വലിയ അപകടങ്ങൾ നമ്മളിൽ നിന്നും മറഞ്ഞു മാറിപ്പോകുന്നു, വലിയ അപകടങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നു. നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കും, ഒന്ന് ജസ്റ്റ് മിസ്, ഒന്ന് തട്ടിയിരുന്നെങ്കിൽ, ഒന്ന് എന്റെ ശ്രദ്ധ മാറിയിരുന്നെങ്കിൽ, എതിർവശത്ത് വന്ന വണ്ടി ഒന്ന് ഇടത്തോട്ട് പിടിച്ചിരുന്നെങ്കിൽ, എന്റെ വണ്ടിയിൽ വന്നിടിച്ച് എനിക്ക് പാപത്ത് സംഭവിച്ചനെയല്ലോ, ആക്സിഡന്റ് സംഭവിച്ചനെയല്ലോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. നമ്മുടെ ഉമ്മയുടെ ദുആയ, വാപ്പയുടെ ദുആയാണ്. താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ? താരാട്ടാനുമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ? താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ? താരാട്ടാനുമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ? ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, സ്നേഹക്കാവാണ് ഉമ്മ, സ്വർഗക്കടലാണ്. നമ്മുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനിക്കുമാറാകട്ടെ.